പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരത്തിൻ കീഴെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലെ ഞായറാഴ്ച പ്രതിവചന സങ്കീർത്തനം വായിച്ച വചനമാണ്. എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരത്തിൻ കീഴെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വചനം കേൾക്കാനായി നമ്മുടെ കാതുകളെയും മനസ്സിനെയും തുറക്കാം. എല്ലാ ജോലി മേഖലകളിലേക്ക് പോകുന്നവരെല്ലാവരും ഈ ഒരു 20 മിനിറ്റ് 22 മിനിറ്റ് വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതം മാറി മറിയും. ഹല്ലേലൂയ. വചനം നമ്മെ ശുദ്ധീകരിക്കും. വചനം നമ്മളെ ശക്തിപ്പെടുത്തും. വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തികളെല്ലാം ഓരോന്നായി അഴിഞ്ഞു മാറുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്നലെ നമ്മൾ കേട്ടത് തോബീത്തിൻ്റെ പുസ്തകമാണ്. ഇന്നും അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. തോബീത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മളിന്നലെ കണ്ടു, സാറ എന്ന് പറയുന്ന ഒരു മകൾ 7 പുരുഷന്മാരെ വിവാഹം ചെയ്തു 7 രാത്രി അവർ മരിച്ചുപോയി. ഒരു ദിവസം പോലും അവളുടെ കൂടെ ജീവിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. കാരണം ആസ്മേദോസ് എന്ന് പറഞ്ഞ ഈ ദുഷ്ടപിശാച് അവളുടെ ജീവിതത്തിൽ മാത്രം അവളെ ആര് കെട്ടുന്നുവോ അവനെ കൊന്നുകളയും. വേറെ ഒരു ശല്യം അവൻ ചെയ്യുന്നില്ല. അവളുടെ മുറിയിൽ ഇത് ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വേദനകൾ സഹിച്ച് കർത്താവിനോട് അപേക്ഷിക്കുകയും ചത്താലോ എന്ന് വരെ കരുതുന്നുണ്ട്, തൂങ്ങി മരിച്ചാലോ എന്ന്. പക്ഷെ അതൊന്നും അവളെ എടുക്കുന്നില്ല. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അങ്ങനെ കർത്താവ് ഒരു വഴി ആ മകൾക്ക് വേണ്ടി തുറക്കുകയാണ്. ആരൊക്കെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുവോ അവരെയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വിജയമുണ്ട്, രക്ഷയുണ്ട്. കണ്ണീരിന് വില തരുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ എവിടെ ആര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവോ അവിടെ കർത്താവ് നമുക്ക് സാധിച്ചു തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ തോബ്യാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 2 ദൂതന്മാരെ ഇവരെ കൊണ്ടുപോവുകയും റഹൂവേലിൻ്റെ ബന്ധുവാണ് തോബ്യാസ്. ആ വീട്ടിലേക്കാണ് ഇവർ പോകുന്നത്. 2 ദൂതന്മാർ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവർ ദൂതനാണെന്ന് ഇവൻ അറിയുന്നില്ല. അവരെ വീട്ടിൽ വന്നിട്ട് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി വഴി കാണിച്ചു തരാൻ ഇവൻ പോവുകയും. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അവർ താമസിക്കുകയാണ്. വൈകുന്നേരമായി അവിടെ താമസിച്ച് ദൂതൻ കരയിൽ നിൽക്കുമ്പോൾ ഇവൻ തോബിയാസ് പോയിട്ട് കുളിക്കുകയാണ് വെള്ളത്തിൽ. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മത്സ്യം മുകളിലേക്ക് ചാടും. അത് ഇവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. ദൂതൻ വിളിച്ചു പറഞ്ഞു, ആ മത്സ്യത്തെ പിടിക്കുക, ആ മത്സ്യത്തെ പിടിക്കുക. തോബിയാസ് അതിനെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു. വീണ്ടും ദൂതൻ പറഞ്ഞു, അതിനെ വെട്ടി പിളർന്ന് അതിൻ്റെ ശംഖും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക. ദൂതൻ തോബിയാസിനോട് പറയും. അവൻ അതുപോലെ ചെയ്ത് ആക്കി വന്ന മത്സ്യം അവർ പൊരിച്ചു തിന്നു. ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പം അതിനെ ശ്രമിക്കാം. തോബിയത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ഡൈഗ്രീസ് നദിയുടെ തീരത്തെത്തി. അവിടെ താമസിച്ചു. ഒരു നദിയുടെ തീരത്തെത്തി അവിടെ അവർ താമസിച്ചു. വൈകുന്നേരമായി. തോബിയാസ് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി. അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. ആ മത്സ്യം അവനെ വിഴുങ്ങിക്കളയും. അത്ര വലിയ ഒരു മത്സ്യമായിരുന്നത്. അത്ര കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മുകളിലോട്ട് ചാടണം വെള്ളത്തിൽ. ഹല്ലേലൂയ. 3-ാം വാക്യം. മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു. ആ മത്സ്യം മുകളിലേക്ക് ചാടിയപ്പോൾ ദൂതൻ കരയിൽ നിൽക്കുകയാണ്. അവൻ പറഞ്ഞു, ആ മത്സ്യത്തെ പിടിക്കൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവൻ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു. അവൻ ആ മത്സ്യത്തെ പിടിച്ചു കരയിലേക്ക് എറിഞ്ഞു. ദൂതൻ പറഞ്ഞു, അതിനെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൂതൻ പറയാണ്, എന്തിനാണെന്നുള്ളതെങ്കിൽ അതൊരു കുർബാനയാണ്. ആ മത്സ്യത്തിൻ്റെ ശംഖും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക. മാംസം അവർ പൊരിച്ചു തിരികെയും ചെയ്യും. അവൻ അങ്ങനെ ചെയ്തു. അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു. ആ മത്സ്യം അവിടെ തന്നെ വെട്ടി മുറിച്ച് അതവർ പൊരിച്ചു തിന്നു, ഭക്ഷിച്ചു. ശംഖും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്ന് യാത്ര തുടരുന്നു. അതാണ് അടുത്ത വചനം. അവർ യാത്ര തുടർന്നു. തോബിയാസ് ദൂതനോട് ചോദിച്ചു, സഹോദരനായ അസറിയാസ്, മത്സ്യത്തിൻ്റെ ചങ്കും കരളും കൈപ്പയും എന്തിനാണ്? അപ്പോൾ ഇവർ യാത്ര തുടങ്ങുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഇതുണ്ട്. ഏത്? ഈ മത്സ്യത്തിൻ്റെ ശംഖും കരളും കൈപ്പയും ഇവൻ്റെ കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ദൂതനോട് ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? മാംസം നമ്മൾ പൊരിച്ചു തന്നു. ഈ ചങ്കും കൈപ്പയും കരളും എന്തിനാണ്? ഉടനെ ദൂതൻ പറയുന്ന വചനമാണ് അടുത്തത്. അവൻ പറഞ്ഞു, ഒരു പിശാചോ ഒരു അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി. അതൊരു കുർബാനയാണ്. കുർബാന യേശുവിൻ്റെ രക്തവും ശംഖും കരളുമായിട്ടുള്ള ബന്ധമാണത്. യേശുവാണ് ഇതൊക്കെ ഈ ദൂതനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം യേശുനാഥൻ്റെ മുമ്പിൽ കിളിവാതിലിലൂടെ അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല, മരിക്കാനും ഞാൻ തയ്യാറല്ല. നീ തന്നെ എനിക്കൊരു ജീവിതം തന്നെ കർത്താവിനോട് കേണ അപേക്ഷിക്കുന്നു. ആ കണ്ണീരിന് കർത്താവ് വില കൊടുക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല. തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ് പുരട്ടിയാൽ അത് മാറും. ദൂതൻ മറുപടി കൊടുക്കുക തോബിയാസിന്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു, സഹോദരാ, ഇന്ന് നമുക്ക് റെഗുവേലിൻ്റെ കൂടെ താമസിക്കാം. അപ്പോൾ ഈ റെഗുവേലിൻ്റെ ബന്ധുവാണ് തോബിയാസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ദൂതൻ പറയണം, നമുക്ക് ഇന്ന് ഇവൻ്റെ കൂടെ താമസിക്കാം. അവൻ തൻ്റെ ബന്ധുവാണ്. എന്താ? അവൻ നിൻ്റെ ബന്ധുവാണല്ലോ എന്ന് ദൂതൻ പറയണം. അവന് ഒരു മകളുള്ളൂ, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.
ദൂതൻ തോബിയാസിനോട് പറയണം, അവൾക്ക് ഏക മകളാണ് സാറ. അപ്പം ഇതെല്ലാം ഇവനറിയാം തോബിയാസിന്. ഇവള് 7 പുരുഷന്മാരെ വിവാഹം ചെയ്തു, രാത്രിക്ക് രാത്രി കഴുത്ത് നെരിച്ച് മരിച്ചു പോകും. ഇതൊക്കെ ഇവനറിയാം. അവളെയാണ് ഇവൻ പറയണത്, ഈ ദൂതൻ പറയണത്, നീ ഇവിടെ കല്യാണം കഴിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 11-ാം വാക്യം, അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ്, അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ്. അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ്. ദൂതൻ പറയുന്നു. അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ്. ദൂതൻ അവളെപ്പറ്റി പറയുന്നു. അവളാണെങ്കിൽ സുന്ദരിയാണ്, വളരെയധികം സുന്ദരിയാണ്, വിവേകവതിയുമാണ് എന്ന് ദൂതൻ ഇവനെ പറഞ്ഞ് അങ്ങോട്ട് ബോധ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കുക. ദൂതൻ പറയും, ഞാൻ അവരുടെ പിതാവിനോട് സംസാരിക്കാം. ദൂതൻ ഋതുവേലിനോട് സംസാരിക്കാൻ കഴിയും. ഈ മകളെ ഈ തോബിയാസിനെ വിവാഹം ചെയ്തു കൊടുക്കണം. അവനും ഒരു മകനാണ്, ഇവളും ഒരു മകളാണ് ഇതിന്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഋതുവേൽ തിരിച്ചെത്തിയ ഉടൻ വിവാഹം. അയാൾ അവിടെ ഇല്ല. തിരിച്ചെത്തിയാലുടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം. അവൻ അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ വന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ വിവാഹം ചെയ്യുകയും ചെയ്യാം. മോശയുടെ നിയമമനുസരിച്ച് ഋതുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്ത് തരാവൂ, അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും. കാരണം മറ്റാരേക്കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം. ദൂതൻ പറയുന്നു, നീയാണ് അവളെ കെട്ടേണ്ടത്, നിനക്കുള്ളതാണ് അവൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവ് പറയുന്നില്ലേ, ചേർന്നണയ ഞാൻ കൊടുക്കും. ചേർന്നണയ, അതാര് തന്നെ തടസ്സപ്പെടുത്തിയാലും കർത്താവിൻ്റെ മുമ്പിൽ അത് നടക്കില്ല. കർത്താവ് കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ആര് വന്നാലും അത് നടക്കുകയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. 13-ാം വാക്യം, അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു. ഇത്രയും നേരം ദൂതൻ സംസാരിക്കുകയായിരുന്നു. ഇനി തോബിയാസാണ് ദൂതനോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ, ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തു എന്നതാണെന്ന് അവർ അറിഞ്ഞിരുന്നു. 7 പേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ 7 പേരെ വിവാഹം ചെയ്ത് 7 പേരും മരിച്ചു പോയെന്ന് തോബിയാസ് ദൂതനോട് പറയുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്ക് തോബിയാസ് 14-ാം വാക്യം, ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെപ്പോലെ മരിക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവൻ ദൂതനോട് പറയും, ഞാൻ കല്യാണം കഴിഞ്ഞ് മണവറയിൽ ചെന്നാൽ അവൻ എന്നെയും കൊല്ലും. ഞാനാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഏക മകനാണ്, അമ്മയ്ക്ക് വേറെ മക്കളില്ല. അപ്പോൾ ഇത് വേണോ വേണ്ടേ എന്നങ്ങനെ ഒരു ചിന്തയിലാണ് ദൂതനോട് പറയണത്. ഹല്ലേലൂയ. പക്ഷെ അത് ദൂതനാണെന്നുള്ളത് തോബിയാസിന് അറിയില്ല. ഹല്ലേലൂയ. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരേത്? ഹല്ലേലൂയ. ഒരു പിശാച് അവളിൽ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി.
അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കുകയുള്ളൂ. തോബിയാസ് ദൂതനോട് പറയുന്നത് അവളെ സമീപിക്കുന്നവർ, അതായത് അവളെ വിവാഹം ചെയ്യുന്ന ആരായാലും ശരിയാ, അവനെ കൊന്നുകളയും, കഴുത്ത് നെരിച്ചു കൊല്ലും. എന്താണെന്ന് നോക്കണല്ലേ, 7 പേരെ കൊന്നുകളഞ്ഞു, 7 വിവാഹം കഴിഞ്ഞ് വിധവയനാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവൾക്ക് ഒരു പുരുഷനെ കൊടുക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യും. അതിനാണ് ദൈവദൂതൻ ഇവൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ ആഴ്ത്തുമെന്നും ഞാൻ ഭയപ്പെടുന്നു. ഇവൻ മരിച്ചു വേണമെങ്കിൽ അവന് ജന്മം കൊടുത്ത അമ്മയും അപ്പനൊക്കെ വളരെയധികം ദുഃഖമായിരിക്കും. കാരണം ഏക മകനാണ്. അപ്പോൾ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണത്. ഹല്ലേലൂയ. എൻ്റെ അവൻ്റെ സ്നേഹം, അവൻ്റെ അപ്പനോടും അവൻ്റെ അമ്മയോടുള്ള ആ സ്നേഹം ഞാൻ നഷ്ടപ്പെട്ടു പോയ പിന്നെ അവർക്ക് എന്നും ഒരു ദുഃഖമായി പോകും. കാരണം വേറെ മക്കളില്ല. എന്നിട്ട് വീണ്ടും പറയണം, അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ വേറെ സന്താനങ്ങളില്ല. ദൂതൻ പ്രതിവചിച്ചു, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നും നിന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്നും നിന്റെ പിതാവിനോട് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു വിവാഹം കഴിക്കണം എന്ന്. പക്ഷെ ഇവളാണെന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സഹോദര, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും ഇന്ന് രാത്രി അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും. അപ്പോൾ റഘുവലയുടെ പോയിരിക്കായിരുന്നു. അയാൾ വന്ന് സംസാരിച്ച് ഇന്ന് രാത്രി തന്നെ ഇവളുമായുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. പിശാചിനെ പറ്റി നീ പേടിക്കേണ്ട. കർത്താവിൻ്റെ ദൂതനാണ് പറയുന്നത്, പിശാചിനെ പറ്റി നീ പേടിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കൊള്ളാം, വിവാഹത്തിന് നീ തയ്യാറായിക്കൊള്ളുക. ഹല്ലേലൂയ. നീ എന്നിട്ട് 16-ാം വാക്യം, എന്നിട്ട് ദൂതൻ തോബിയാസിനോട് പറയണം, നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ തീക്കനൽ മത്സ്യത്തിൻ്റെ ശംഖും കരളും വിട്ട് പുകയ്ക്കുക. ഈ മത്സ്യത്തിലെ ശംഖും കരളും ഇവ കൊണ്ടുവന്നിരിക്കണം. അത് ഒരു പാത്രത്തിൽ തീക്കനലിൽ ഇട്ട് പുകയ്ക്കണം. ഹല്ലേലൂയ. അതിൻ്റെ മണം ഏറ്റാൽ ഉടൻ പിശാച് ഓടിയകലും, പിന്നീട് ഒരിക്കലും വരികയില്ല. അത് വേറെ സ്ഥലത്ത് കിടപ്പുണ്ട്. അതായത് ഈ പുകയ്ക്കുമ്പോൾ ഈ ആസ്മദ്യോസ് എന്ന് പറയുന്ന ഈ ദുഷ്ടപിശാച് പുറത്ത് ചാടി ഓടും. അപ്പോൾ ഈ ദൂതനെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. ഓടിച്ചിട്ട് അവനെ ഓടുന്നത് നേരെ ഈജിപ്തിലേക്കാണ്. ഓടിച്ചിട്ട് പിടിച്ചവനെ ബന്ധിക്കും. പിശാചിനെ ബന്ധിക്കാൻ, ദുഷ്ടാത്മാക്കളെ ബന്ധിക്കാൻ ദൂതന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. കർത്താവിൻ്റെ ആൾക്കാരാണ് അവർ, ദൂതന്മാർ. കർത്താവ് പറയണ പോലെയാണ് ദൂതന്മാർ ചെയ്യുന്നത്. ഓടിച്ചിട്ട് പിടിച്ച് ബന്ധിക്കും. പിന്നെ ഒരിക്കലും ഈ സാറയുടെ അടുക്കിലേക്ക് ഇത് വരികയില്ല. അത് ധൈര്യം കൊടുക്കും. ഓടിയകലും, പിന്നീട് ഒരിക്കലും വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഇത് പുകച്ച ശേഷം കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. ഭാര്യ ഭർത്താവ് കിടന്നുറങ്ങാണ്ട് എഴുന്നേറ്റിരുന്ന് ഇത് പുകച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഈ ജീവിതം തരണമേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ദൂതൻ പറയണം, നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് ഇരുന്ന് കരുണവാനായ ദൈവത്തെ വിളിച്ച്
അപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നന്ദി പറഞ്ഞ് കർത്താവിനോട് കരുണയ്ക്കായിട്ട് യാചിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ പേടിക്കേണ്ട. അനാദി മുതലേ അവൾ നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവളാണ്. പണ്ട് മുതലേ അത് നിനക്ക് വേണ്ടിയുള്ളവളാണ്. അതാണ് 7 പുരുഷന്മാർ അവർക്കുള്ളതല്ലായിരുന്നു. പക്ഷെ അവരെല്ലാം മരിച്ചും പോയി. ഇപ്പം ദൈവമായ കർത്താവ് നിശ്ചയിച്ചത് നിനക്കാണ്. അതാണ് ഇപ്പം നീ വന്നിരിക്കുന്നത്. നീ അവളെ കെട്ടിക്കൊള്ളുക. ഹല്ലേലൂയ. അവളെ രക്ഷിക്കൂ. അവൾ നിന്റെ കൂടെ ആയിരിക്കും. അതിനാൽ അവളിൽ സന്താനങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നു. അവളിൽ മക്കളുണ്ടാകുമെന്നും കുടുംബജീവിതം ഉണ്ടാകുമെന്നും ഒക്കെ ഈ ദൂതൻ ഈ തോബിയാസിനോട് പറഞ്ഞ് അവളുടെ വിവാഹം നടക്കുകയും പിശാച് വിട്ടുപോയി. പിശാചിനെ ദൂതൻ ബന്ധിക്കുന്നുണ്ട്. അത് നമുക്ക് നാളെ കാണാം. ഓടിച്ചിട്ട് പിടിക്കുവാണ്. വലിയ യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു തുമ്പലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുടെ അണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ അമ്മയുടെ മധ്യസ്ഥം ചായച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും വചനം ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്നും ഈ വചനം വെച്ച് ഞങ്ങളുടെ ചെറുതും വലുതുമായ നിരവധി പാവങ്ങളും രോഗപീഠകളും യേശു നാമത്തിൽ നീങ്ങിപ്പോകുവാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.